ഹായ് ഫ്രണ്ട്സ്, കേരള PSC പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ കുറയ്ക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ആകട്ടെ 10 മുതൽ 20 മാർക്കിന് വരെയാണ് ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും വലിയ സ്രോതസ് PSC പരീക്ഷകളിലെ PSC ബുള്ളറ്റിനാണ്. PSC ബുള്ളറ്റിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് ഒരു പേജ് ഇതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജനുവരി 15 മുതൽ ഏപ്രിൽ 15 വരെയുള്ള PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ്, അതിനെ തുടർന്ന് ഏപ്രിൽ 16, 17, 18, 19, 20 ഈ ദിവസങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുവരെയുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി, അതായത് 2025 ഏപ്രിൽ 20 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമുക്ക് 4 വീഡിയോകളിലായിട്ട് പഠിക്കാം. അത് വ്യത്യസ്ത വിഷയങ്ങളിലായിട്ട് കേരള PSC ചോദ്യങ്ങൾ വരുന്ന വ്യത്യസ്ത വിഷയങ്ങളായിട്ട്, വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് ഈ കറണ്ട് അഫയേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സുകൾ നടക്കുന്നത് ആദ്യം നിങ്ങൾക്ക് ഒരു ടോപ്പിക്സ് വിശദീകരിച്ചു തരും. അതിനുശേഷം അപ്പൊ തന്നെ ഈ യൂട്യൂബ് വീഡിയോയിൽ എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് അതിനുള്ളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ വിവരം ഇവിടെ റീഇൻഫോഴ്സ് ചെയ്യും. ഓക്കെ, ഇത് കൂടാതെ ഇതിന്റെ PDF ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും എക്സാമുകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഫ്രീ ആണ് ആ ബാച്ച്. ആ ബാച്ചിലേക്ക് സൗജന്യ പ്രവേശനമാണ്. ആ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നറിയാൻ നിങ്ങൾ PSC ഹബിൽ ജോയിൻ ചെയ്യുക. PSC ഹബിന്റെ ലിങ്ക് ഇതിൽ താഴെ തന്നിട്ടുണ്ട്. ആ PSC ഹബിൽ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ PSC ഹബ് ഒന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ലിങ്ക് ഇതിലുണ്ട്. നിങ്ങൾ മുഴുവൻ എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലേക്കും, സൗജന്യ പ്രോഗ്രാമുകളിലേക്കും നിങ്ങൾക്ക് ആക്സസ് ലഭിക്കും. അപ്പൊ ഇതിൽ നിന്ന് PDF ലഭിക്കാൻ, അതുപോലെ തന്നെ ഏപ്രിൽ 26 മുതൽ ഇതിൽ നിന്നുള്ള എക്സാമുകൾ ഉണ്ടാവും, ഡെയിലി എക്സാമുകൾ ഉണ്ടാവും. ഡെയിലി എക്സാമുകളൊക്കെ ലഭിക്കാൻ ഇപ്പൊ തന്നെ PSC ഹബ് ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞാൻ രഘുനന്ദനൻ MV വിൻഡോജുവിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം നമുക്ക് ഈ 3 മാസങ്ങളിൽ നടന്ന, ഈ 20-ാം തീയതി വരെ നടന്ന ക്രിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും. അപ്പൊ അവിടെ നിന്ന് ചോദ്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. ടൂർണമെന്റുകളും ചാമ്പ്യൻഷിപ്പും. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2025 ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുക. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. PSC പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. സോ ഇത് വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പാണ്. വനിത വുമൺ ആണ്, വൺ ഡേ ആണ്. എന്താണ് വനിതാ ഏകദിന ക്രിക്കറ്റ് ആണ്. 2025 ഇന്ത്യ ആതിഥേയം വഹിക്കുന്നത്. മറ്റൊന്നാണ്, ഇന്ത്യക്ക് വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വരും, ചാമ്പ്യൻസ് ട്രോഫി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായിരുന്നു വിജയം. എവിടെ വെച്ചാണ് നടന്നത് എന്ന് അപ്പോൾ ഓർത്തിരിക്കണം. ദുബായിൽ വെച്ചാണ് നടന്നത്. ആരെയാണ് തോൽപ്പിച്ചത് എന്ന് ഓർത്തിരിക്കണം. ന്യൂസിലൻഡിനെയാണ് തോൽപ്പിച്ചത്. എത്ര വിക്കറ്റിനാണ് തോൽപ്പിച്ചത്, അല്ലെങ്കിൽ റൺസിനാണ് തോൽപ്പിച്ചത് എന്ന് ഓർക്കണം. 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഇന്ത്യ കിരീടം നേടി. ഇത് ഇന്ത്യയുടെ എത്രാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ്. സോ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ദുബായിൽ നടന്ന ഫൈനലിൽ എവിടെയാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടന്നത് എന്നുള്ളത് നന്നായി ശ്രദ്ധിച്ചിരിക്കണം. ദുബായിൽ നടന്ന ഫൈനലിൽ ഇന്ത്യ ആരെ തോൽപ്പിച്ചു? ന്യൂസിലൻഡിനെ തോൽപ്പിച്ചു. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ കരസ്ഥമാക്കി. 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ്, അത് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയാണ് വിജയിക്കുന്നത്. അപ്പോ ഈ 3 മാസത്തിനിടയിലുള്ള ക്രിക്കറ്റിലെ 2 വിജയങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയം, ഇത് 3ാം തവണയാണ്. മറ്റൊന്ന് അണ്ടർ 19 വനിതാ 2020 ലോകകപ്പാണ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ്. ഈ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഇതിനുശേഷം നിങ്ങൾ എക്സാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് തോൽപ്പിച്ചത്. ഒന്ന് കമ്പയർ ചെയ്യുക. ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെ, അതേസമയം അണ്ടർ 19 ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ. പറ്റുമെങ്കിൽ ഇതിന്റെ ഭൂപടമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ന്യൂസിലൻഡിന്റെയും ദക്ഷിണാഫ്രിക്കയുടെയും ഭൂപടത്തിലേക്ക് ഒന്ന് പോയിക്കോളൂ, മനസ്സിലൊന്ന് കണ്ടോളൂ. അവിടെ ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയരുന്നു. ഇനി താരങ്ങളുടെ നേട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അന്താരാഷ്ട്ര തലത്തിൽ നേട്ടങ്ങൾ കൊയ്യുന്ന, ദേശീയ തലത്തിൽ നേട്ടം കൊയ്യുന്ന മലയാളികൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ PSC പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അങ്ങനെയുള്ള ഒരാളാണ് ജോഷിത. ജോഷിത മാത്രമല്ല, മിന്നുമണിയൊക്കെ ഓർക്കണം കേട്ടോ. ഞാൻ ഈ മാസത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ജോഷിത വയനാടിൽ നിന്നാണ്. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ്. അപ്പൊ വനിത എന്ന് വരുമ്പോ ക്രിക്കറ്റിൽ ഒരു മലയാളി വനിതാ സാന്നിധ്യം വരുമ്പോ ഒരു ഉത്തരമായി വരാൻ സാധ്യതയുള്ളത് ജോഷിതയാണ്. മനസ്സിലാവും. അത് ഏതിലാണ്?
ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ്. ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ആ ടീമിൽ ഈ മലയാളി വനിത മിന്നുമണി ഉണ്ടായിരുന്നു, ജോഷ്യതയുണ്ടായിരുന്നു, വയനാട്. മറ്റൊന്ന് പുരസ്കാരങ്ങളാണ്. CK നായിഡു ആജീവനാന്ത പുരസ്കാരം സച്ചിൻ ടെണ്ടുൽക്കർക്കാണ്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ടതാണ് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ്. ക്രിക്കറ്റ് മാത്രമല്ല, കബഡിയിലും ഇന്ത്യക്ക് വലിയൊരു നേട്ടം നടന്നിട്ടുണ്ട്. ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ച് ഇന്ത്യ ജേതാക്കളായി. ഇപ്പൊ ടെഹ്റാനിലാണ്, ഇറാനിലെ ടെഹ്റാനിൽ തന്നെയാണ് നടന്നത്. അവിടെ ആതിഥേയ രാജ്യമായ ഇറാനെ തന്നെ തോൽപ്പിച്ച് ഇന്ത്യ ജേതാക്കളായി. കബഡിയിലാണ്. ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പാണ്. കൂടി ഓർത്തു വയ്ക്കുക. അവിടെ ഏഷ്യ ഓർത്തിരിക്കണം, വനിത ഓർത്തിരിക്കണം, കബഡി ചാമ്പ്യൻഷിപ്പ് ഓർത്തിരിക്കണം. ഹോക്കി വളരെ രസകരമായ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാർച്ച് ഓഫ് ഗ്ലോറി, ഇതൊരു പുസ്തകമാണ്. എന്തുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പുസ്തകമാണ്? ഹോക്കിയുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പുസ്തകമാണ്. എന്താണ് ഹോക്കിയുമായി ബന്ധപ്പെട്ടത്? ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച്, കൊല്ലം 2025 ആണല്ലോ, അപ്പൊ 50 വർഷം മുന്നേ ആണല്ലോ, 1975 ഹോക്കിയിലാണ്. അതിനാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നുള്ള പുസ്തകം എഴുതിയത്. ഹോക്കിയിൽ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് ഖേൽരത്ന പുരസ്കാരം ഹർമൻപ്രീത് സിംഗിന്, ഹോക്കി ടീം ക്യാപ്റ്റന് ഹർമൻപ്രീത് സിംഗിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പ മലയാളി സാന്നിധ്യം ഓർക്കണം. PR ശ്രീജേഷ്, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിട്ടുള്ള PR ശ്രീജേഷിന് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഹോക്കിയിൽ നിന്ന്. ഹോക്കിയിൽ ഓർത്തു വെക്കേണ്ട 2 കാര്യങ്ങൾ: PR ശ്രീജേഷ്, ഹർമൻപ്രീത് സിംഗ്. ഒരാൾക്ക് ഖേൽരത്ന, മറ്റാൾക്ക് പത്മഭൂഷൺ. മറ്റൊന്ന് പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. ചെസ് നിങ്ങൾക്കറിയാം. ഇന്ത്യ അന്താരാഷ്ട്ര ചെസ് രംഗത്ത്, ഇന്ത്യ വിശ്വനാഥൻ ആനന്ദിന് ശേഷം അല്ലെ, ഇന്ത്യ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യയിലെ മിടുക്കന്മാരായിട്ടുള്ള ചെസ് പ്രോഡഗീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചെസ്സിൽ നിന്ന് നിങ്ങൾ ഇനിയുള്ള കറണ്ട് അഫയേഴ്സുകളിൽ പ്രതീക്ഷിക്കണം, പണ്ടത്തെക്കാളുള്ള ഉപരിയായി. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടമാണ്. ചെസ്സിനെ നിങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചോ, കാരണം ചെസ്സിൽ നിന്ന് അത്രമാത്രം നേട്ടങ്ങളാണ് ഇപ്പൊ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് അരവിന്ദ് ചിദംബരം, പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്. താഷ്കന്റ് ഓപ്പൺ ചെസ്, അത് നന്നായിട്ട് ഓർക്കണം, മലയാളി താരമാണ്. മലയാളി താരങ്ങൾ അന്തർദേശീയ തലത്തിൽ കിരീടങ്ങൾ നേടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം, ഓർത്തിരിക്കണം. മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ, താഷ്കന്റ് ഓപ്പൺ ചെസ്. ലോക ജൂനിയർ ചെസ് പ്രണവ് വെങ്കിടേഷ് ഫിഡർ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടി. അത് അടുത്തത് വരുന്നു. ആരാണ്? പ്രണവ് വെങ്കിടേഷ്. പ്രണവ് വെങ്കിടേഷ് ആണ്. ഒന്നുകൂടി ഓർക്കുക, പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് കേൾക്കുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചോളൂ. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ആരായിരുന്നു? പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരമാണ്. അതേസമയം താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളിയാണ്, നിഹാൽ സരീനാണ്. ലോക ജൂനിയർ ചെസ്സിൽ പ്രണവ് വെങ്കടേഷിനാണ് ഫിഡെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടി. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരൻ 1-ാമൻ ഡി ഗുഗേഷ് ആണ്. ഗുഗേഷിനെ ഓർമ്മയില്ലേ? നേട്ടങ്ങൾ കൊയ്തെടുത്ത. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടത്തിലും ഇന്ത്യയുടെ കൊനൂരു ഹംപിക്കാണ് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം. അതുപോലെ തന്നെ ഖേൽരത്ന പുരസ്കാരം ഇപ്രാവശ്യം ലോക ചെസ്സിലെ ചാമ്പ്യനായ ഡി ഗുഗേഷിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കേണ്ട പേരുകൾ: ഒന്ന് ഡി ഗുഗേഷ്, ഒന്നേതാ ഖേൽരത്ന പുരസ്കാരമുണ്ട്. ഇന്ത്യക്കാരനിൽ ഫിഡയിൽ 1-ാമനായിട്ടാണ് ഡി ഗുഗേഷ്. ഇത് രണ്ടും ഓർത്തു. ഈ 3 മാസത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത് ആരാണ്? അത് അരവിന്ദ് ചിദംബരമാണ്, പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്. മറ്റൊന്ന് മലയാളിയായ നിഹാൽ സരീനെ ഓർത്തിരിക്കണം, താഷ്കന്റ് ഓപ്പൺ ചെസ്. മറ്റൊന്ന് പ്രണവ് വെങ്കടേഷിനെ ഓർത്തിരിക്കണം, ലോക ജൂനിയർ ചെസ്. ഓക്കെ, അതുപോലെ തന്നെ ലോക വനിതാ റാപ്പിഡ് ചെസ്സിൽ കൊനേരു ഹംപി. അപ്പൊ ഇവിടെ ഒരു സമീപനം നിങ്ങൾക്ക് എടുക്കാം. എന്താണ് ആ സമീപനം? വനിതാ ചെസ് വരുമ്പോ ഒരൊറ്റ വനിതയുടെ പേര് ഓർത്ത് വെച്ചാൽ മതി, കൊനേരു ഹംപി. അതെ, ഈ 3 മാസത്തെ PSC പരീക്ഷയിൽ ചെസ്സിൽ ഇത് വരും. ബാക്കിയുള്ള ആരൊക്കെയാണ്? ഡി ഗുഗേഷ്. ഗുഗേഷിന് എവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഓർപ്പിക്കുക. ഈ 3 മാസത്തിനിടയിൽ ഗുഗേഷിന് ഫിഡെ റേറ്റിംഗിൽ 1-ാം സ്ഥാനമാണ്. മറ്റൊന്ന് എന്ത് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്? ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ചെസ്സിൽ ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ, അത് ഗുഗേഷിന് തന്നെയാണല്ലോ കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഒരു മലയാളി താരമുണ്ട്, അതാരാണ്? നിഹാൽ സരീനാണ്, താഷ്കന്റ് ഓപ്പൺ ചെസ്. പിന്നെ നമുക്ക് അരവിന്ദ് ചിദംബരം പ്രാഗ് മാസ്റ്റേഴ്സും
ലോക ജൂനിയർ ചെസ്സിൽ പ്രണവ് വെങ്കടേഷിന്റെയും മാത്രമാണ് ഓർത്തിരിക്കേണ്ടത്. 38ാമത് ദേശീയ ഗെയിംസ് പലപ്പോഴും PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി അറിഞ്ഞിരിക്കണം. എവിടെയാണ്? സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്, അവിടുത്തെ ദെറാദൂൺ. ഇതിന്റെ ഒരു ഗുണം എന്താണ്? ദെറാദൂൺ ഉത്തരാഖണ്ഡിലാണെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അങ്ങനെയും ചോദ്യം വരാറുണ്ട്. ആ ഉത്തരാഖണ്ഡിലെ ദെറാദൂണിലാണ് 38ാമത് ദേശീയ ഗെയിംസ്. ഡൂണുകൾ നിങ്ങൾക്കറിയാലോ, ജോഗ്രഫിയിൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണം. ഡൂണുകൾ എന്ന് പറയുന്നത് പ്രത്യേക ഭൂവിഭാഗമാണ്. ആ ഡൂണുകൾ കാണപ്പെടുന്നത് ഹിമാലയത്തിലാണ്. അത് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ്. ഏത് ഹിമാലയത്തിന്റെ ഏത് മേഖലയിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്? എന്താണ് ഡൂൺ? ഒന്ന് കമന്റ് ചെയ്യൂ. അങ്ങനെ നിങ്ങൾ ഓർത്തു നോക്കണം. അവിടെ സർവീസസ് ആണ് ചാമ്പ്യന്മാരായത്. കേരളത്തില് 14ാം സ്ഥാനമാണ്. സർവീസസ് ആണ് ഇപ്രാവശ്യത്തെ 38ാമത് ദേശീയ ഗെയിംസ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട. അവിടെ ഫൈനൽ വരെ എത്തി കേരളം. പക്ഷെ അവിടെയും കേരളത്തിന് തോൽവിയായിരുന്നു. 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. രണ്ടാമത് കേരളമാണ്. ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. ഷൂട്ടിങ്ങിൽ നിങ്ങൾ ഓർത്തിരിക്കണം, ഖേൽരത്ന പുരസ്കാരം അവിടെ മനു ഭാക്കറെ ഓർക്കുമ്പോ തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് ഓർക്കുക. BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2024 മനു ഭാക്കറാണ്. അപ്പൊ മനു ഭാക്കറിന് ഈ 3 മാസത്തിനോട് നിങ്ങൾ മനു ഭാക്കറിനെ ഓർക്കേണ്ടത് എന്താ? ഈ മനു ഭാക്കർ BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആണ്. ഒളിമ്പിക്സിൽ ഒരു വേദി നിങ്ങൾ ഓർത്തിരിക്കണം. ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസ് 2027 ഈ സ്പോർട്സ് ആണ്. ഒളിമ്പിക്സിലെ ഈ സ്പോർട്സ് ആണ്. ഈ സ്പോർട്സ് ഗെയിംസ് 2027 വേദി ഏതാണ്? സൗദി അറേബ്യയാണ്. അതിലെ റിയാദ് ആണ്. സൗദി അറേബ്യയിലെ റിയാദ്. അതാണ് കുറച്ച് MCQ ചോദ്യങ്ങൾ. ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന MCQ ചോദ്യങ്ങൾ നോക്കാം. എത്ര എണ്ണം നിങ്ങൾ ഓർത്തു എന്ന്? 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ച രാജ്യം ഏതാണ്? കൺഫ്യൂഷൻ ഉണ്ടല്ലേ? പക്ഷെ ഒന്നുകൂടി പോയി നോക്കൂ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ച രാജ്യം ഏതാണ്? സംശയമുണ്ടോ? ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും ന്യൂസിലാൻഡ്. ദക്ഷിണാഫ്രിക്ക എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ഓർത്ത് നോക്കുക, ദക്ഷിണാഫ്രിക്ക എവിടെയാണ്? അതിന് ഇതിന്റെ PDF നോട്ട് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട AI ടീച്ചറെ കിട്ടും. ഏപ്രിൽ 25 മുതൽ നിങ്ങൾക്കൊരു 5 ഡേ ചലഞ്ച് കിട്ടും. അന്ന് നിങ്ങൾക്കത് പഠിക്കാനും നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കാനും 24/7 മണിക്കൂറും സന്നദ്ധനായിട്ടുള്ള AI ടീച്ചറെയും കിട്ടും. ഒക്കെ കിട്ടണമെങ്കിൽ PSC ഹബിൽ ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇതിനുള്ള MCQs കിട്ടും. അപ്പൊ നിങ്ങൾ മറന്നു പോവുക. ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ്? നിങ്ങൾ ഉറപ്പിക്കുന്നത് എനിക്കറിയാം, ജോഷിതയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് AI ടീച്ചറോട് പറഞ്ഞ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ വഴിയൊക്കെ പിന്നീട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ PSC ഹബിൽ ജോയിൻ ചെയ്യുക. CK നായിഡു ആജീവനാന്ത പുരസ്കാരം ലഭിച്ച താരമാണ്. ഏകദേശം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. സച്ചിൻ ടെണ്ടുൽക്കറാണ്. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ താരമാരാണ്? പലരുടെ മനസ്സിലും സംശയം വന്നിട്ടുണ്ടാവും, ഹർമൻപ്രീത് സിംഗ് ആണോ PR ശ്രീജേഷോ ആണോ എന്ന്. പത്മഭൂഷൺ PR ശ്രീജേഷിനാണ്. അപ്പൊ ഹർമൻപ്രീത് സിംഗിന് എന്താ കിട്ടിയത്? ആലോചിച്ചു നോക്കൂ. ഓക്കെ, ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി മാറിയ താരം. അത്യാവശ്യം അറിയുന്നവർ ഡി ഗുഗേഷ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. 38ാമത് ദേശീയ ഗെയിംസ് നടന്ന സ്ഥലം ദെറാദൂണിനെ ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കിടക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കമന്റ് പറയണേ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന്. 2025 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ ബംഗാൾ തോൽപ്പിച്ച ടീം ഏതാണ്? കേരളമാണ്. ഉത്തരം എഴുതിയല്ലേ? 2024 BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം ഏതാണ്? ആരാണ്? മനു ഭാക്കറാണ്. 2027 ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസ് നടക്കുന്ന സ്ഥലം നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും, റിയാദ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളിൽ പലർക്കും ഇത് ഓർമ്മയിൽ നിന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അനുഭവം പറഞ്ഞു. ഓക്കെ, ഓർമ്മയിൽ നിൽക്കാത്തവർ ടെൻഷൻ അടിക്കേണ്ട. ഇതിന്റെ PDF വരുന്നുണ്ട്, ഇതിനുള്ള എക്സാം വരുന്നുണ്ട്. 3 മാസത്തെ, നമുക്ക് ശരിക്കും തൊട്ടു മുന്നത്തെ വർഷത്തെയും അതുപോലെ തന്നെ ഈ നടപ്പ് വർഷവുമാണ് നമ്മൾ നന്നായി പഠിച്ചു പോകേണ്ടത്. നടപ്പ് വർഷത്തിനായിരിക്കും അധിക ചോദ്യങ്ങൾ. അതിലെ 3 മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ 4 വീഡിയോകളിലായിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 1ാമത്തെ വീഡിയോയിലെ 2ാമത്തെ ഭാഗത്തേക്ക് പോകാം.
സാഹിത്യ പുരസ്കാരങ്ങൾ നമുക്കറിയാലോ, പുരസ്കാരങ്ങൾ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം. പുരസ്കാരങ്ങളുടെ 5 കളിയായിരിക്കും അധിക എക്സാമുകളിലും നമുക്ക് പുരസ്കാര ചോദ്യം പ്രതീക്ഷിക്കാം. ഇപ്പൊ ഈ 3 മാസം നടന്ന പുരസ്കാരങ്ങൾ എന്തെല്ലാം? അതിലേറ്റവും ഓർത്തിരിക്കേണ്ടതാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠം എത്രാമത്തെയാണ്? 59ാമത്. ഞാൻ ഇതിന് കോഡ് പറഞ്ഞു തരാത്തത്, നിങ്ങൾക്ക് ഏപ്രിൽ 26 മുതൽ ടീച്ചർ വരുന്നുണ്ട്. അത് നിങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു, നിങ്ങളത് ഉപയോഗിച്ചാൽ നിങ്ങൾ മറന്നു പോവാത്തത്. വിനോദ് കുമാർ ശുക്ലയാണ് ഹിന്ദി സാഹിത്യകാരൻ. ജ്ഞാനപീഠ പുരസ്കാരം 59ാമതാണ്. വിനോദ് കുമാർ ശുക്ലയാണ് ഹിന്ദി സാഹിത്യകാരൻ. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ്. ആ വിശേഷണം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. വിനോദ് കുമാർ ശുക്ലയാണ് ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ്. സമ്മാനത്തുക 11 ലക്ഷം രൂപയും ഫലകവുമാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള പുരസ്കാരം ഡോക്ടർ M ഉണ്ണികൃഷ്ണനാണ്, എഴുത്തുകാരനാണ്. സമ്മാനത്തുക 25,555 രൂപയാണ്. ഇത് കൂടാതെ പുരസ്കാരങ്ങളുണ്ട്. ആ പുരസ്കാരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് PDF നോട്ടിൽ ലഭിക്കും. കുറച്ചധികം പുരസ്കാരം, അതൊക്കെ തന്നെ നിങ്ങളെ AI ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കും. ഏതുവരെ കാത്തിരിക്കുക? ഏപ്രിൽ 25 വരെ. 26-ാം തീയതി നമ്മൾ തുടങ്ങും. 25-ാം തീയതി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴൊക്കെ തന്നെ ഈ വീഡിയോ ഒന്ന് കാണിക്കും. അതുപോലെ തന്നെ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം. JC ഡാനിയൽ ഫൗണ്ടേഷൻ, JC ഡാനിയൽ പുരസ്കാരം വേറെ, JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം ചോദിച്ചിട്ടുണ്ട്. മികച്ച സിനിമ 2018 ആണ്. മികച്ച സംവിധായകൻ അഫിൽ സത്യനാണ്. JC ഡാനിയലെ ഫൗണ്ടേഷൻ വരുമ്പോഴേ അഫിൽ സത്യൻ, ഫില്ലി നാട്, ഫൗണ്ടൻ പെന്നിലല്ലേ ഫില്ല് ചെയ്യുക. മികച്ച നടൻ ടോവിനോ തോമസ്. ആരാ ഫൗണ്ടൻ പെന്നിൽ ഫില്ല് ചെയ്തത്? തോമസ് ഫില്ല് ചെയ്തു. മികച്ച നടി ആരാണ്? അഞ്ജന ജയപ്രകാശ്. നിങ്ങൾ മനസ്സിൽ ഒരു ചിത്രം കണ്ടോ വേണമെങ്കിൽ? അങ്ങനെ തോമസ് ഫില്ല് ചെയ്യുകയാണ്. മഷി ചെയ്യുമ്പോ അഞ്ജന ഡസ്റ്റിങ്ങിൽ താളം പിടിച്ചു. അപ്പൊ മഷി തുള്ളി പോവില്ലേ? അഞ്ജന കുസൃതിയാണെന്ന് വിചാരിക്കുക. ഒപ്പം തന്നെ അരുന്ധതിയും എന്ത് ചെയ്തു? അഞ്ജനയും അരുന്ധതി. നിങ്ങൾ മനസ്സിൽ കാണും. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി. കേരള ഫിലിം ക്രിറ്റിക് അവാർഡ്. കേരള ഫിലിം ക്രിറ്റിക് അവാർഡ് ഫെമിനിച്ചി ഫാത്തിമയാണ്. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ അല്ലെ? ഒരു രസമുള്ള പേരല്ലേ? അതാണ്. ആളുകൾ ഫെമിനിച്ചി ഫാത്തിമേനെ വല്ലാതെ ക്രിറ്റിസൈസ് ചെയ്യല്ലോ. നിങ്ങളുടെ നാട്ടിൽ ഒരു ഫാത്തിമയുണ്ട്, അവര് വലിയ ഫെമിനിസ്റ്റ് ആണെങ്കിൽ അതിന്റെ താഴെ വന്നിട്ട് പറയല്ലോ ഫെമിനിച്ചി ഫാത്തിമ. നിങ്ങൾ ആലോചിച്ചാൽ മതി. ക്രിറ്റിക്സ് അവാർഡ്. സംവിധാനം ആരാണ്? ഫാസിൽ മുഹമ്മദ് ആണ്. സംവിധാനം ആരാണ്? ഫാസിൽ മുഹമ്മദ്. മികച്ച സംവിധായകയാണ് ഇന്ദുലക്ഷ്മി. ആ ഫെമിനിച്ചിയോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പുറത്തെ വീട്ടിലെ ഇന്ദുലക്ഷ്മി. അപ്പോ അവര് മികച്ച സംവിധായികയാണ്. മികച്ച നടൻ ടോവിനോ തോമസ്. നോക്കൂ, രണ്ടോടത്തും നമുക്ക് ഇത് ഓർത്തിരിക്കുമ്പോ ഈ 3 മാസത്തെ 2 പ്രധാനപ്പെട്ട സിനിമാ പുരസ്കാരങ്ങൾ ഓർത്തിരിക്കുമ്പോ രണ്ടോടത്തും വന്നിട്ടുള്ളത് ടോവിനോ തോമസ് ആണ്. പക്ഷെ ഇവിടെ പടം ഓർത്തിരിക്കണം. ഏതെല്ലാമാണ് പടം? അജയന്റെ 2ാം മോഷണവും അന്വേഷിപ്പിൻ കണ്ടെത്തും. വളരെ എളുപ്പമല്ലേ? അജയന്റെ 2ാം മോഷണം നടന്നു, അന്വേഷിച്ചാൽ കണ്ടെത്താം എന്നാണ് പറയുന്നത്. ടോവിനോ തോമസ് ആണ്. മികച്ച നടി നസ്രിയ നസീമും റിമ കല്ലിങ്കലുമാണ്. അത് നസ്രിയ നസീമിന്റെ സൂക്ഷ്മദർശിനി, റിമ കല്ലിങ്കലിന്റെ തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി. അല്ലെ? അധികവും ഈ പെൺകുട്ടികളായിരിക്കും എന്തുണ്ടാവുക? മിത്തുകളെ കുറിച്ച് അല്ലെ? എന്റെയൊക്കെ വീട്ടില് എന്റെ സഹോദരിമാര്, എന്റെ പെൺമക്കള്, അവരെപ്പോഴും പലപ്പോഴും അവര് പ്രേതങ്ങളെ കുറിച്ച്, ആൺകുട്ടികൾക്ക് അത്രയധികം താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ഭ്രമാത്മകമായ ചിന്തകളിലായിരിക്കും അധികം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. മിത്ത് ഓഫ് റിയാലിറ്റി. ഞാനിത് മോശമാണെന്നല്ല പറയുന്നത്, അതൊക്കെ അവരുടെ ഭാവനയുടെ ഭാഗമാണ്. റിമ കല്ലിങ്കൽ, നസ്രിയ നസീം, സൂക്ഷ്മദർശിനി. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഈ പാവകള്, അതുപോലെ തന്നെ ഇത്തരം കഥകള്, ഇതിലൊക്കെ പലപ്പോഴും താല്പര്യം കാണിക്കുക ആരാണ്? പെൺകുട്ടികളായിരിക്കും അല്ലെ? ആൺകുട്ടികളോ കാറ്, വല്ല എന്താ പറയാ ഗുസ്തി നടത്തുന്ന ഗെയിംസ്. പിന്നെ എല്ലാ കുട്ടികളും താല്പര്യപ്പെടുന്നതാണ് ഡാൻസ് അല്ലെ? ഓക്കെ. ചലച്ചിത്ര രത്നം ജീവിതകാല പുരസ്കാരം വിജയകൃഷ്ണനാണ്. ജീവിതകാലത്ത് വിജയിച്ച ആൾ ചലച്ചിത്ര നിരൂപകൻ. റൂബി ജൂബിലി പുരസ്കാരം ജഗദീഷിനാണ്. നടനാണ്, തിരക്കഥാകൃത്ത്. റൂബി ജൂബിലി പുരസ്കാരം. ഓസ്കാർ അവാർഡ് PSC പരീക്ഷയ്ക്ക് വരും, ചോദിക്കാറുണ്ട്. ഓസ്കാർ അവാർഡ് എന്താണ്? മികച്ച ചിത്രം അനോറ. സംവിധായകൻ ഷോൺ ബേക്കർ ആണ്. ഷോൺ ബേക്കർ. അനോറ, ഷോൺ ബേക്കർ. നോക്കൂ, ഓസ്കാർ അവാർഡ് 97ാമത് ഓസ്കാർ അവാർഡാണ് ഷോൺ ബേക്കർക്കാണ്. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി, ബ്രോഡ്വേ. മികച്ച നടി മൈക്കി മാഡിസൺ, അനോറ. അപ്പൊ അനോറയിൽ 2 ആൾക്കാർക്കാണ് മികച്ച ചിത്രത്തിനും മികച്ച നടി.
എങ്ങനെ ഓർത്തിരിക്കാം? ഇങ്ങനത്തെ വിദേശ വാക്കുകൾ കാക്കുമ്പോ നമ്മൾ അതിനെ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റുക. അനോറ, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഞാൻ പറയുന്നു അനുവിന്റെ ഉറ. അനുവിന്റെ ഉറ ബേക്കറിയിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, അതിനു മുന്നിൽ നല്ലൊരു മനോഹരമായ ചിത്രമുണ്ട്. ആ ചിത്രം ഓസ്കാറിന്റെ ചിത്രമാണ്. ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെ ഓരോന്നിനും കഥ ഉണ്ടാക്കൂ. കൂടാതെ നമ്മുടെ AI ടീച്ചർ എടുത്ത് വരും, അത് നിങ്ങളെ ആവർത്തിച്ച് പഠിപ്പിക്കും. ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 ചോദിക്കാറുണ്ട്. ഏറ്റവും മികച്ച ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ്, മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ എമിലിയ പെരേസ്, മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്, മികച്ച നടൻ എഡ്രിയൻ ബൂഡി, മികച്ച നടി ഫെർണാണ്ടോ ടോറസ്. ഞാനിത് വിശദീകരിക്കുന്നു, നിങ്ങളൊന്ന് ഓർത്തു വെക്കാൻ നോക്കൂ. ഇനി വരുന്ന PSC ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർമ്മയിരിക്കുക. അതുകൊണ്ട് ഇത് കേൾക്കുക, വീഡിയോ കേൾക്കുക, ഇതിന്റെ PDF നോട്ട് കാണുക, സ്വന്തം നോട്ട് എടുക്കുക. 25-ാം തീയതി മുതൽ നിങ്ങൾക്ക് PDF നോട്ട് കിട്ടും. ഇപ്പോൾ ചേർന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷെ AI ടീച്ചറും കൂടി കിട്ടുമ്പോൾ കാര്യം നിങ്ങൾ ആവർത്തിച്ചു പഠിക്കും. അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർച്ചു. സംഗീത പുരസ്കാരങ്ങൾ, ഗ്രാമി പുരസ്കാരം ബിയോൺസെ. ഗ്രാമി പുരസ്കാരം ചോദിക്കാറുണ്ട്. 35 ഗ്രാമി പുരസ്കാരമാണ് കേട്ടോ. ബിയോൺസെ എല്ലാറ്റിനെയും ബിയോണ്ട് ആക്കി, എല്ലാറ്റിനെയും പുറന്തള്ളി. ബിയോൺസെ ഗ്രാമി പുരസ്കാരം. ശാസ്ത്ര മെഡിക്കൽ പുരസ്കാരങ്ങൾ, അതിൽ ഓർത്തിരിക്കേണ്ടതാണ് കേരള ശാസ്ത്ര പുരസ്കാരം ഡോക്ടർ S സോമനാഥിനാണ്. ISROന്റെ മുൻ ചെയർമാനാണ്. ISROന്റെ ചെയർമാൻ മാറിയത് നിങ്ങൾ അറിഞ്ഞോ? ഓർത്തിരിക്കണേ, വീണ്ടും മലയാളി തന്നെയാണ്. ഓക്കെ, നമുക്ക് പഠിക്കാം. കേരള ശാസ്ത്ര പുരസ്കാരം ഡോക്ടർ S സോമനാഥ്, ISRO മുൻ ചെയർമാൻ. മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിലോ അന്തർദേശീയ അടിസ്ഥാനത്തിലോ കേരളം നേട്ടങ്ങൾ നേടിയാൽ ഓർത്തിരിക്കണം. മികച്ച കുഷ്ഠരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം കേരള സംസ്ഥാനത്തിന്. കുഷ്ഠരോഗ നിവാരണത്തിന് കേരള സംസ്ഥാനം. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഓർക്കണം. മിത്ര വിഭൂഷണ പുരസ്കാരം നരേന്ദ്രമോദിക്കാണ് കിട്ടിയിട്ടുള്ളത്, പ്രധാനമന്ത്രിക്ക്. മിത്ര വിഭൂഷണ പുരസ്കാരം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ്. അപ്പൊ മിത്ര വിഭൂഷണം ഓർക്കുമ്പോൾ നോക്കുക, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമായിരുന്നു. നമ്മുടെ ഭാഷകളൊക്കെ സാമ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്കയാണ് വരാൻ സാധ്യത. സമ്മാന ദാതാവ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് അനുരകുമാര ദിസനായക്. ബഹ്റൈന്റെ പരമോന്നത ബഹുമതി ഒരു മലയാളിക്കാണ് ലഭിച്ചിട്ടുള്ളത്. അത് ബഹ്റൈൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി രവി പിള്ളയ്ക്ക് ലഭിച്ചു. ബഹ്റൈൻ രവി പിള്ള, ഓർത്തിരിക്കണം. കായിക പുരസ്കാരങ്ങൾ നിരന്തരം ചോദിക്കുന്ന ഒന്നാണ് ഖേൽ രത്ന പുരസ്കാരം. അതിൽ നമ്മള് ചെസ്സിന്, ഷൂട്ടിങ്ങിന്, ഹോക്കിക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോ ഷൂട്ടിങ്ങിൽ ആർക്കാണ്? മനു ഭാക്കർ. BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആണ്. ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്. കൂടാതെ ഫിഫയിൽ ഇന്ത്യയിൽ റേറ്റിംഗിൽ 1-ാമതാണ്. ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് അല്ലെ. പത്മവിഭൂഷൺ പക്ഷെ മലയാളിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഒരു ഹോക്കി താരം. ആരാ ഓർമ്മല്ലേ? യെസ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ. അർജുൻ അവാർഡ് മലയാളി നീന്തൽ താരം സാജൻ പ്രകാശിന് കിട്ടിയിട്ടുണ്ട്. അർജുൻ അവാർഡ് ഖേൽ രത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അർജുൻ അവാർഡ്. ദ്രോണാചാര്യ പുരസ്കാരം മലയാളി ബാഡ്മിന്റൺ കോച്ച് S മുരളീധരനാണ്. അപ്പൊ സാജൻ പ്രകാശിനെയും മുരളീധരനെയും ഓർത്തിരിക്കുക. ഇപ്പൊ BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആരാ? മനു ഭാക്കർ. ICC 2024 മികച്ച കളിക്കാരൻ ജസ്പ്രീത് ബുംറയാണ്. ICC 2024 മികച്ച കളിക്കാരൻ ജസ്പ്രീത് ബുംറയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ICC 2024 മികച്ച വനിതാ താരമോ അമേലിയ കർണ. ICC മികച്ച ടെസ്റ്റ് താരം ജസ്പ്രീത് ബുംറ. അപ്പൊ ജസ്പ്രീത് ബുംറയാണ് ICC 2024 മികച്ച കളിക്കാരനും മികച്ച ടെസ്റ്റ് താരം. വനിതാ ഏകദിന ക്രിക്കറ്റിലെ മികച്ച താരം സ്മൃതി മന്ധാനയാണ്. അതും ഇന്ത്യ കൊണ്ടുവന്നു. CK നായിഡു ആജീവനാന്ത പുരസ്കാരം സച്ചിൻ ടെണ്ടുൽക്കർ. ഓർമ്മയുണ്ടല്ലോ, സച്ചിൻ ടെണ്ടുൽക്കറെ നമ്മൾ മുന്നിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ഏതെല്ലാം കാറ്റഗറിയിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ തന്നെ നോട്ടുണ്ടാക്കി പഠിക്കും. അപ്പൊ നമുക്ക് ആവർത്തനത്തിലൂടെ അത് ഉറയ്ക്കും, മാത്രമല്ല കണക്റ്റഡ് ആയി നിൽക്കുകയും ചെയ്യും. 2025 മികച്ച 2020 താരം ഇന്ത്യയുടെ അർഷദീപ് സിംഗ് ആണ്. പത്മ പുരസ്കാരം ചോദിക്കാറുണ്ട്. പത്മവിഭൂഷൺ കിട്ടിയ MT വാസുദേവൻ നായരെ ഓർത്തു വയ്ക്കുക. അടുത്തിടെയാണോ അദ്ദേഹം അന്തരിച്ചത്. ദൃശ്യർ നാഗേശ്വര റെഡ്ഡി, ജഗദീഷ് സിംഗ് കേക്കർ, കൗമുദിനി രജനീകാന്ത് ലക്കിയ, ഒസാമ സുസുക്കി, ശാരദാ സിൻഹ, L സുബ്രഹ്മണ്യം. ഈ വാക്കുകൾ നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കാൻ പോകുന്നു? സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കോഡ് ഉണ്ടാക്കി നോക്ക്. ഇത് കൂടാതെ AI ടീച്ചർ 25 മുതൽ നിങ്ങൾ ഇതിന്
ഓർമ്മയിൽ നിർത്തി തരും. ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് തെറ്റിയത് ആവർത്തിച്ച്. PR ശ്രീജേഷ് പത്മഭൂഷൺ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറും. ശോഭന നടിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ടാളി നന്നായിട്ട് ഓർത്തിരിക്കണം പത്മഭൂഷന്റെ കാര്യത്തിൽ. അജിത്ത് തമിഴ് നടൻ. അത് കൂടാതെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധനും കിട്ടിയിട്ടുണ്ട്. ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം ഹൃദ്രോഗ വിദഗ്ധനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 19 പേർക്കാണ്. ശ്രീജേഷിനെ ഓർക്കണം, ശോഭനയെ ഓർക്കണം, ജോസ് ചാക്കോ പെരിയപുരത്തെ ഓർക്കണം, ഹൃദ്രോഗ വിദഗ്ധനാണ്. ഓർത്തിരിക്കുക. അങ്ങനെ 19 പേർക്കാണ്. അജിത് തമിഴ്നാടിനെയും ഓർക്കണം. പത്മശ്രീ കിട്ടിയതോ IM വിജയൻ ഉൾപ്പെടെ 113 പേർക്കാണ്. ഇതിൽ IM വിജയനെ ഓർത്താൽ മതി. 113 പേരെയും ഓർക്കണ്ട കേട്ടോ. ആവശ്യമുള്ളത് പഠിച്ചാൽ. സിവിൽ സർവീസ് ഗവൺമെന്റ് പുരസ്കാരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡ് NSK ഉമേഷിനാണ്. എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷിനാണ് മികച്ച ജില്ലാ കളക്ടർക്കുള്ള അവാർഡ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓർത്തിരിക്കണം. തദ്ദേശ പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്. ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയമാണ്. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. നഗരസഭ ഗുരുവായൂരാണ്. അപ്പോ ജില്ലാ പഞ്ചായത്ത് കൊല്ലം കൊണ്ട്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് കൊണ്ടുപോയി, മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം കൊണ്ടുപോയി, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരവും മികച്ച നഗരസഭ ഗുരുവായൂരും. മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം. സ്വരാജ് ട്രോഫി മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുന്ന പുരസ്കാരം പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ്. അപ്പൊ ഈ പുല്ലമ്പാറ വെറും പുല്ലല്ല. സ്വരാജ് ട്രോഫി ലഭിച്ച, സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി ലഭിച്ച പഞ്ചായത്താണ് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ നമുക്ക് നോക്കാം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരനാണ്. ആരാണത്? വിനോദ് കുമാർ ശുക്ല. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S സോമൻ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? 11 ലക്ഷം രൂപ. 2024 BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആരാണ്? മനു ബാക്കർ. 97ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഏതാണ്? അനോറ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം നരേന്ദ്രമോദി. 2023 JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2018. ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ റെക്കോർഡ് നേടിയ പോപ്പ് താരം ആരാണ്? ബിയോൺസെ. ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരം റെക്കോർഡ് സ്വന്തമാക്കിയ പോപ്പ് താരം. CK നായിഡു ആജീവനാന്ത പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. 2024 ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ബ്രൂട്ടലിസ്റ്റ്. ടെൻഷൻ തോന്നുന്നുണ്ട് അല്ലെ? ഒരുപാട് എണ്ണം കിട്ടുന്നില്ല എന്ന്. നിങ്ങൾ 25-ാം തീയതി വരെ വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് AI ടീച്ചറുമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അത് മാത്രമല്ല, നമുക്ക് ഒരുപാട് പരിപാടികൾ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതൊക്കെ പഠിച്ചെടുക്കാൻ എളുപ്പമാണെന്ന്. കാത്തിരിക്കുക. 2024 കേരള ഫിലിം ക്രിറ്റിക് അവാർഡിൽ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ദുലക്ഷ്മി. അപ്പുറം എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളോട് വിശദമായി പറഞ്ഞു തന്നുപോൾ. ഓക്കെ. പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലെ? MT വാസുദേവൻ നായർ. 2025 തദ്ദേശ പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ്? കൊല്ലം. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ചെസ് ചാമ്പ്യൻ ആരാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഉറച്ചിട്ടുണ്ടാവും, അത് ഡി ഗുകേഷ് ആണ്. ആവർത്തനം നിങ്ങൾക്ക് ഉറപ്പിച്ചിരുന്നു. 2024 ICC മികച്ച കളിക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? ജസ്പ്രീത് ബുംറ. ഇതിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയതൊന്നും കാണാപ്പാടം പഠിക്കണം. 25-ാം തീയതി വരെ വെയിറ്റ് ചെയ്യും. നമ്മുടെ പഠന രീതി അനുസരിച്ച് പഠിച്ചു നോക്കൂ. രസകരമായി പഠിക്കാം, ബോറടിക്കാതെ പഠിക്കാം, കാണാപ്പാടം പഠിക്കേണ്ട, തന്നെ നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ. അടുത്ത ചോദ്യം, അടുത്ത 3 വീഡിയോകൾ കൂടി കഴിഞ്ഞാൽ ഇതുപോലുള്ള 3 വീഡിയോകൾ കൂടി നമ്മൾ 3 മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അടുത്തുള്ള എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അടുത്ത ക്ലാസ് വരെ കാണാം. ഞാൻ സൈൻ ഓഫ് ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. PSC ഹബ്ബ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. അതിലെല്ലാ ലിങ്കുകളും പഠിച്ചു വരാൻ കുറച്ച്, നമ്മുടെ സംവിധാനം പഠിച്ചു വരാൻ കുറച്ച് നേരം പിടിക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ സഹായിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ എങ്ങനെ ജോയിൻ ചെയ്യാൻ എന്നുള്ളത്
ഞാൻ മെല്ലെ മെല്ലെ നിങ്ങളെ അറിയിക്കും PSC ഹബിലൂടെ. ഓക്കെ, ഇപ്പൊ ബാച്ചിലും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ